ഇന്നേ മൺഡേ ഹോളിഡേ ആണ് കേട്ടോ നമ്മളുടെ ഷോപ്പ്, പാലടയുടെ ഷോപ്പ്. പക്ഷേ ഇന്ന് നമ്മളുടെ ഒരു ഫ്രണ്ടിന് അവളുടെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പോൾ അവൾക്ക് 2 ലിറ്റർ പാലട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചു. അപ്പോൾ ഒരു നിവൃത്തിയില്ല എൻ്റെ കൊണ്ട് ഉണ്ടാക്കാൻ, എന്ന് വെച്ചാൽ ഗ്യാസ് അഞ്ചാൽ ഇല്ല, അരക്കുറ്റി ഗ്യാസ് വെച്ചിട്ടാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ കൊതി വരുന്നു, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കണം എന്നൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. എനിക്ക് പൊതിച്ചോറ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കും. നോമ്പ് കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി ഞാൻ കഴിച്ചിരിക്കും. അപ്പോൾ വർത്താനം നീണ്ടു പോകണ്ട, നമുക്ക് പാലട കുക്കറിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് റെസിപ്പി ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങൾ ചോദിക്കുന്ന നിലയ്ക്ക് ഞാനൊരു കുഞ്ഞി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മറ്റൊന്നല്ല, നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് 125 ഗ്രാം അടയാണ് നമ്മൾ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി മാറ്റി വെച്ച് അടച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് 4 കവർ പാൽ, അതായത് 2 ലിറ്റർ പാൽ പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ഗ്ലാസ് നിറയെ തന്നെ വെള്ളം ഒഴിക്കാം. 375 ഗ്രാം പഞ്ചസാര നമ്മൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് നന്നായിട്ട് പാൽ തിളയ്ക്കാൻ സമയം കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുഞ്ഞു ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മളുടെ കുക്കർ അടച്ച് വിസിലൊക്കെ ഇട്ട് വെക്കുക. 1 മണിക്കൂർ സമയം ആ കുഞ്ഞു ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇനി അതിൻ്റെ ഇടയിൽ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഓഫ് ചെയ്തിടുക, എന്നിട്ട് പിന്നെ ഓണാക്കി ഇടുക. അങ്ങനെ മൊത്തത്തിൽ 1 മണിക്കൂർ സമയം കുഞ്ഞി ഫ്ലെയിമിൽ പാല് ഇരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല പിങ്കിഷ് കളറിൽ നമ്മുടെ പാലായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളുടെ അട കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത് വാറ്റി വെള്ളമൊന്നുമില്ലാതെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ പാല് തിളയ്ക്കാനായിട്ട്, അടയും കൂടി തിളയ്ക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. നമ്മൾ തിളച്ച് വരുമ്പോൾ അവസാനം ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ പാലട കിട്ടുക. ഏറ്റവും അവസാനം ഒരു കുഞ്ഞു കഷ്ണം ബട്ടറും കൂടി ചേർത്താൽ നമ്മുടെ പാലട സെറ്റ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു തിക്നെസ് അല്ലല്ലോ പാലടയ്ക്ക് വേണ്ടതെന്ന്. ഒട്ടും വിഷമിക്കേണ്ട. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ സമയം കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിലായിട്ട് കിട്ടും നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പാലട. ഒരു എന്താ പറയുക, കാരമലോ ഒരു സംഭവങ്ങളും നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ടുള്ള ഒതൻറ്റിക് ടേസ്റ്റിലുള്ള പാലട നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി നിങ്ങൾ റെസിപ്പി ചോദിച്ച നിലയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ.